അങ്ങനെ ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയെ വി.ഡി. സതീശൻ മതേതരവാദികളായി പ്രഖ്യാപിച്ചു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും വർഗീയവാദികൾ ആണെന്നും തീവ്രവാദികളാണെന്നും എക്കാലവും പറഞ്ഞു നടന്ന നേതാവാണ് ആര്യാടൻ മുഹമ്മദ്. അതേ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് മത്സരിക്കുന്ന നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഷൗക്കത്തിന്. ആ പിന്തുണ സ്വീകരിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സതീശൻ ജമാഅത്തിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇനി സതീശൻ അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുമോ എന്ന് കണ്ടറിയണം. സതീശന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളല്ല. അവർ വർഗീയവാദികളാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ ഇപ്പോൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല. സതീശന്റെ വാദം അവിടെ നിൽക്കട്ടെ. ഇനി വർഷങ്ങൾക്ക് മുൻപ് മാധ്യമം പത്രത്തെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും ഒരു പ്രസ് മീറ്റിൽ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞത് നമുക്കൊന്ന് കാണാം. മാധ്യമത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയാം, മനസ്സിലായോ? ഇനി ഒരു വാചകം ഞാൻ പറയാം. നിങ്ങളെ പത്രത്തിനൊരു പ്രത്യേകത, നിങ്ങൾ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ആദ്യം മുതലേ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? എന്നോട് ചോദ്യം ചോദിക്കും. തീവ്രവാദത്തിന് അവർക്ക് അനുകൂലമായി അതിനെ കിട്ടൂല. ഇനി പറ, അപ്പോൾ പാവം ആര്യാടൻ മുഹമ്മദ് ആരായി? ആര്യാടൻ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ സതീശൻ ചേർത്ത് പിടിക്കുമ്പോൾ എന്താണ് ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാട്? ഒരു കാലത്ത് പിതാവിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്കും ലീഗിനുമെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഷൗക്കത്ത് ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? അങ്ങനെ നിൽക്കില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇത്തരം വർഗീയവാദികൾക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടില്ലെന്നും നമുക്കറിയാം. ഇനി സതീശൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നു എന്നാണ്. ഇക്കാര്യം ആർക്കാണ് അറിയാത്തത്? LDF നേതാക്കൾ ഇക്കാര്യം അന്നേ പറഞ്ഞതാണ്. അന്ന് LDFന്റെയും CPMന്റെയും നേതാക്കളെ അധിക്ഷേപിക്കുന്ന കൂട്ടത്തിലായിരുന്നു നമ്മൾ UDFകാരെ കണ്ടത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അന്ന് പരസ്യമായാണ് UDF സ്ഥാനാർത്ഥികളെ പിന്തുണച്ചത്. വൈകിയാണെങ്കിലും സതീശൻ അത് തുറന്നു പറഞ്ഞത് നന്നായി. UDFന്റെയും കോൺഗ്രസിന്റെയും യഥാർത്ഥ മതേതര മുഖം ഒടുവിൽ സതീശനിലൂടെ തന്നെ നാട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കുന്നു.